25,000 മൊബൈൽ ഫോണാണ്. വളരെ സിമ്പിളായിട്ട് ഒരു വ്യക്തി വന്നിട്ട് ആ പെൺകുട്ടിക്ക് UPI ഇടപാടിനെ കുറിച്ചിട്ട് ഒരു കുന്തവും അറിയില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പറ്റിച്ചത് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ കടയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ചിലപ്പോൾ ഈ UPI ഇടപാടിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകില്ല. ഇനി അതിനെക്കുറിച്ചിട്ട് അറിയില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്റ്റാഫ് മാത്രമുള്ള സമയത്ത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ വന്നിട്ട് പറ്റിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 25,000 മൊബൈൽ ഫോണാണ്. വളരെ സിമ്പിളായിട്ട് ഒരു വ്യക്തി വന്നിട്ട് ആ പെൺകുട്ടിക്ക് UPI ഇടപാടിനെ കുറിച്ചിട്ട് ഒരു കുന്തവും അറിയില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പറ്റിച്ചത് ഗൈസ്. നമുക്ക് വീഡിയോ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഒരുപാട് കടകളിൽ സ്റ്റാഫുകൾ, അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, സ്റ്റാഫുകൾക്ക് UPI ഇടപാടിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ, ഇനി അങ്ങനെ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ കൊടുക്കണം. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യം ഈ ഒരു CCTV കണ്ടുനോക്കാം. ആ കടയുടെ അകത്തുള്ള CCTV ഫുട്ടേജാണ്. ഈ വ്യക്തിയാണ്, ആ മൊബൈൽ ഫോണിൻ്റെ ബോക്സ് പിടിച്ചിരിക്കുന്ന ആ വ്യക്തിയാണ്. സിമ്പിളായിട്ട് കടയിൽ 2 പെൺകുട്ടികളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, 2 പെൺകുട്ടികൾ മാത്രമുള്ള കടയാണ്. കടയുടെ ഓണറില്ല, മെയിൽ സ്റ്റാഫ് ഇല്ല, എല്ലാം ഫീമെയിൽ സ്റ്റാഫാണ്. ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കണം. മൊബൈൽ ഷോപ്പാണ്. ആ പയ്യന് മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു. 25,000 രൂപയുടെ മൊബൈൽ ഫോണാണ്. എന്താ ചെയ്തെന്നറിയോ? അവിടെ കിടക്കുന്ന QR കോഡ് സ്കാനർ അവൻ്റെ മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്തു. എന്നിട്ട് 25,000 രൂപ ഓൾറെഡി പേ ചെയ്ത ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഒരു സ്റ്റാഫിന് കാണിച്ചു കൊടുത്തു. ആർക്ക് പേ ചെയ്തു, ഏത് UPI ID-യിലേക്കാണ് പേ ചെയ്തത്, ഏത് നമ്പറിലേക്കാണ് പേ ചെയ്തത് എന്നുള്ളത് നോക്കാനുള്ള ഒരു ഇതുപോലും ആ പെൺകുട്ടികൾ കാണിച്ചിട്ടില്ല. എന്തായാലും ഓൾറെഡി സ്ക്രീൻഷോട്ട് കാണിച്ചു, അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റിനുള്ളിൽ വരും എന്നൊക്കെയുള്ളൊരു വിശ്വാസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി QR കോഡ് സ്കാൻ ചെയ്തു, എന്നിട്ട് കാണിച്ചു കൊടുത്തതോ എപ്പോഴോ പേ ചെയ്ത 25,000 രൂപയുടെ ഒരു സ്ക്രീൻഷോട്ട്. ഡേറ്റ് പോലും ആ കുട്ടികൾ നോക്കിയിട്ടില്ല. പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറ്റിക്കാം എന്ന ആ ഒരു പയ്യനിക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ചീറ്റ് ചെയ്തത്. പക്ഷേ എല്ലാം കഴിഞ്ഞ് പയ്യന് സാധനവുമായിട്ട് ഡോർ ഓപ്പൺ ചെയ്തു. പുറത്തേക്ക് പോയതിന് ശേഷം, പയ്യൻ എത്തേണ്ട സ്ഥലത്ത് എത്തിയതിന് ശേഷമാണ് ഗൈസ് ആ കുട്ടികൾക്ക് ബോധം വന്നത്. അയ്യോ, അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ പേ ചെയ്തതിൻ്റെ ഒരു എവിഡൻസും ഇല്ല. അല്ലെങ്കിൽ ചില കടകളിലൊക്കെ UPI ഇടപാട് നടത്തി കഴിഞ്ഞാൽ സൗണ്ട് വരും, ഇങ്ങനെ പേയ്മെൻറ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോഴാണ് മനസ്സിലായത് പൈസ എത്തിയിട്ടില്ല എന്നുള്ളത്. സോ ശ്രദ്ധിക്കുക. ഒരു കടയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, സ്റ്റാഫായിട്ട് നിൽക്കുകയാണെങ്കിൽ, എവിടെ ആയിക്കോട്ടെ, ആരെങ്കിലും കസ്റ്റമറായിട്ട് വന്നു, അദ്ദേഹം പ്രൊഡക്റ്റോ സർവീസോ എന്തെങ്കിലും നിങ്ങളടുത്ത് വാങ്ങി അതിനുശേഷം പേ ചെയ്ത് കഴിഞ്ഞാൽ, ആ കസ്റ്റമർ പേ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പായതിനു ശേഷം, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തിയതിന് ശേഷം മാത്രം കസ്റ്റമറെ വിടുക. കാരണം UPI ഇടപാട് നടത്തുന്ന സമയത്ത് ചിലപ്പോൾ സെർവറിൻ്റെ പ്രശ്നം ഉണ്ടാകും, നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടാകും, അതുപോലെ തന്നെ അക്കൗണ്ടിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തിയിട്ടുണ്ടാകില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ UPI ഇടപാട് നടത്തി കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം കസ്റ്റമറെ വിടുക. ഓക്കെ, സോ പറ്റിക്കപ്പെടാതിരിക്കുക. പോയതിന് ശേഷം പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. സോ മാക്സിമം ഗൈസ് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.